തെന്മല ഒറ്റക്കൽ ഭാഗത്തെ പുലിപ്പേടി അകറ്റാൻ വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്ത് കെണിവച്ചു. കെണിയിൽ പുലി കുടുങ്ങും എന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഒരു മാസത്തെ ഇടവേളയ്ക്കു ശേഷം കഴിഞ്ഞ ദിവസം ഒറ്റക്കല്ലിൽ പുലി സാന്നിധ്യം അറിയിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനു സമീപം കുന്നുതറ വീട്ടിൽ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ KL ജോസഫിന്റെ 5 ദിവസം പ്രായമുള്ള 3 ആട്ടിൻകുട്ടികളെ കൊലപ്പെടുത്തിയാണ് പുലി വീണ്ടും സാന്നിധ്യം അറിയിച്ചത്. വളർത്തുനായ്ക്കൾ, പൂച്ച, ആട്, പശുക്കിടാവ് മുതലായവയെ പ്രദേശത്തുനിന്ന് മുൻപും പുലി പിടിച്ചിരുന്നു. പുലിപ്പേടി അകറ്റാൻ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ സാന്നിധ്യത്തിൽ പത്തനാപുരം തഹസിൽദാർ S ലംബോധരൻപിള്ള, തിരുവനന്തപുരം സെയിൽസ് DFO സജിത് കുമാർ, തെന്മല റേഞ്ച് ഓഫീസർ SV വിനോദ്, ഫോറസ്റ്റർ രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുകയും തുടർന്ന് പത്തനാപുരം റേഞ്ച് ഓഫീസിൽ നിന്ന് കൂട് കൊണ്ടുവന്ന് വനത്തിൽ കെണിയൊരുക്കുകയുമായിരുന്നു. പൂർണ്ണമായും ഇരുമ്പ് കമ്പികൾ കൊണ്ട് നിർമ്മിച്ച വിശാലമായ കൂടാണ് പുലിക്കായി ഒരുക്കിവച്ചിരിക്കുന്നത്. പുലിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നായ്ക്കളാണെന്നാണ് ഫോറസ്റ്റ് അധികൃതരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ പുലിക്കുള്ള ഭക്ഷണമായി ഒരുക്കിയിരിക്കുന്നതും ഒരു കൂറ്റൻ നായയെയാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഇവനെ ഭക്ഷിക്കാനെത്തുന്ന പുലി മാത്രമേ കുടുങ്ങൂ. നായ സുരക്ഷിതനായിരിക്കും. കൂട്ടിനുള്ളിലെ സുരക്ഷിതമായ മറ്റൊരു കൂട്ടിലായിരിക്കും പുലിക്കുള്ള കെണിയുമായി നായ കാത്തിരിക്കുന്നത്. റിട്ടയർഡ് ഫോറസ്റ്റിലെ തന്നെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോസഫ് അച്ചായന്റെ 3 ആടുകളെ, ഉച്ചപ്രായത്തിലുള്ള 3 ആടുകളെ മെനഞ്ഞാന്ന് ഈ വനത്തിലെ പുലിയാണ് എന്ന് സംശയിക്കപ്പെടുന്ന മൃഗം വന്നിട്ട് കടിച്ച് രക്തം കുടിച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ട്, അപ്പോൾ അതൊന്ന് ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് മുമ്പ് തന്നെ ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നിരുന്നു. ഇന്നിപ്പോൾ എന്നോടൊപ്പം നമ്മുടെ പത്തനാപുരം താലൂക്ക് തഹസിൽദാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.